ഹായ് കൂട്ടുകാരെ, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന യൂട്യൂബ് ചാനലിൽ നമ്മൾ ഇഷ്ടംപോലെ വീഡിയോ ഇടുന്നുണ്ട്. ആ വീഡിയോയിൽ ലാസ്റ്റ് നമ്മളിപ്പോൾ കൂടുതൽ വ്യൂസ് കിട്ടാനും സബ്സ്ക്രൈബേഴ്സ് വിടാൻ വേണ്ടിയിട്ടൊക്കെ എൻഡ് സ്ക്രീൻ വെക്കുന്നതാണ് നമ്മൾ ചില യൂട്യൂബേഴ്സ്. ആ എൻഡ് സ്ക്രീൻ നമ്മളെങ്ങനെയാണ് സബ്സ്ക്രൈബ് വീഡിയോസ് ഒക്കെ പറഞ്ഞിട്ട് വെക്കുന്ന നോക്കണം. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനിടയിട്ട് ജസ്റ്റ് ക്രോം ഓപ്പൺ ചെയ്യുക. ക്രോം ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബ് എന്ന് സെർച്ച് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഡെസ്ക്ടോപ്പ് സൈഡിൽ ഇട്ടിട്ടാണ് സെർച്ച് ചെയ്യുന്നത്. മേലത്തെ റൈറ്റ് ക്ലിക്ക് 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതിൽ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഡെസ്ക്ടോപ്പ് സൈറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അതെടുക്കുക. അതിൽ സെർച്ച് ചെയ്തിട്ട് ഫസ്റ്റ് റിസൾട്ടിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ 3 ഓപ്ഷൻ വരും. 3 അല്ല, നിങ്ങളതിൽ എത്ര പെർസെൻ്റ് അത്രയും ഓപ്ഷൻ വരും. അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്രോം തന്നെ കൊടുക്കണം. ഇപ്പം നിങ്ങൾക്ക് ഒരു ഇൻ്റർഫേസ് വരുന്നതാണ് യൂട്യൂബിൻ്റെ. അതിൽ നിങ്ങളുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ ഓഫ് ചെയ്തിട്ടൊന്ന് റീഫ്രഷ് ചെയ്ത് കൊടുക്കുക. പേജിൽ നിന്ന് താഴോട്ട് സ്ലൈഡ് ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് കാണും. അവിടെ നിങ്ങളെ ലോഗോ കാണുന്നുണ്ടാവും റൈറ്റ് സൈഡിൽ മേലെ ഭാഗത്തായിട്ട്. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇതിൽ നമ്മൾ ക്രിയേറ്റർ സ്റ്റുഡിയോ എന്ന് പറഞ്ഞൊരു സാധനം കാണുന്നുണ്ടാവും. ഇവിടെ അതൊന്ന് ഓപ്പൺ ചെയ്യാം. ക്രിയേറ്റർ സ്റ്റുഡിയോസ് നിലയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇങ്ങനെ കുറേ വീഡിയോയുടെ ലിസ്റ്റ് വരുന്നതാണ്. നിങ്ങൾക്ക് ഏത് വീഡിയോക്കാണോ എൻ കാർഡ് ആഡ് ചെയ്യേണ്ടത് ആ വീഡിയോ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്തുണ്ടാവും എഡിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഈ വീഡിയോ ആണ് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തേക്കണേ. ഈ വീഡിയോൻ്റെ മേലെ ഭാഗത്ത് എൻഡ് സ്ക്രീൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ആ വീഡിയോൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ആഡ് എലമെൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാം. അത് ജസ്റ്റ് ഒന്ന് അതിൽ നിന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് ചോദിക്കും വീഡിയോ ആണോ, സബ്സ്ക്രൈബേഴ്സ് ബട്ടൺ ആണോ, വേറൊരു ചാനലാണോ, ലിങ്ക് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കും. ഏതാണ് ഈ എൻഡ് സ്ക്രീനിൽ ആഡ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മളതിൽ ജസ്റ്റ് ഇപ്പോൾ ഒരു വീഡിയോ ആഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമുക്ക് താഴെ 3 ഓപ്ഷൻ കാണിക്കും. അതായത് ഒന്ന് മോസ്റ്റ് റീസെൻ്റ് അപ്ലോഡ്, അതായത് ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണോ, അത് പിന്നെ വ്യൂവേഴ്സിന് ഏറ്റവും നല്ലത് ഏതാണോ അതാണോ, എല്ലാം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചൂസ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ ഇഷ്ടത്തിന് ഞാനിപ്പോൾ ഒരു വീഡിയോ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് അവിടെ ആ കാണുന്ന നീല ബട്ടൺ ഒന്ന് അമർത്തി കൊടുക്കാം. നിങ്ങൾക്ക് ആ വീഡിയോ അവിടെ വരുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് ആഡ് സ്ക്രീനിൻ്റെ വലിച്ച് നമുക്ക് ഡ്രാഗ് ചെയ്തിട്ട് ഏത് സൈഡിൽ വേണം അത് വെക്കേണ്ടതെന്നൊക്കെയുള്ള സാധനം നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. അവിടുന്ന് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഇവിടെ ആയിട്ട് വെക്കുകയാണ്. ഇനി അതേപോലെ തന്നെ എനിക്കൊരു സബ്സ്ക്രൈബേഴ്സ് ബട്ടണും കൂടെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് തന്നെ കട്ട് ചെയ്യാം. 4 എലമെൻറ്റ് വരെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാവുന്നതാണ്. അതിൽ സബ്സ്ക്രൈബേഴ്സ് ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് അവരുടെ നിങ്ങളുടെ ചാനലിൻ്റെ ലോഗോ വന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ്